മനോജ് കെ ജയൻ ഉർവശി വിവാഹവും വേർപിരിയലും ഒരു കാലത്ത് ഏറെ ചർച്ചയായ വിഷയമാണ്. 2000-ൽ വിവാഹിതരായ ഇരുവരും 2008-ലാണ് പിരിയുന്നത്. മകൾ തേജലക്ഷ്മിയുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇത് അക്കാലത്ത് വാർത്തയായി മാറിയിരുന്നു. ആരോപണ പ്രതിരോധങ്ങൾ മാധ്യമങ്ങളിലൂടെ തുടർന്നു വന്നു. ഉർവശിയും കുടുംബവും തമ്മിൽ അകതൽച്ചയുണ്ടായി എന്നും വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി. നടിയുടെ അമ്മയും സഹോദരിയുമായ കൽപ്പനയും കരാരഞ്ജിനിയും മനോജ് കെ ജയനെ അനുകൂലിച്ചും വാദം വന്നു. ഇതിനെക്കുറിച്ച് കൽപ്പന ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ഉർവശിക്ക് തങ്ങളുമായി അകൽച്ചയുണ്ടായെന്ന് തുറന്നു പറഞ്ഞ കൽപ്പനയും പക്ഷേ ഇത് വലിയ പ്രശ്നമൊന്നും തന്നെ ഇല്ല എന്ന് അന്ന് വ്യക്തമാക്കി പറഞ്ഞിരുന്നു. കൈരളി ടിവിയിൽ സംസാരിക്കുകയായിരുന്നു കൽപ്പന. എന്നും എന്റെ ബ്രദറാണ് മനോജ്. മനോജിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അവളുടെ കുഞ്ഞാണ്. കുഞ്ഞ് മനോജിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആരുടെ മുന്നിൽ പോകണം? മനോജിന്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ? പക്ഷെ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. അവളുടെ മകളെ ഇത്ര അമ്മമാരല്ലേ നോക്കിയത്. കുഞ്ഞാറ്റ എന്ന് കുഞ്ഞ് ഉർവശിയാണ്. അവളിലൂടെ ഞങ്ങൾ ഉർവശിയെ കണ്ടു. അവൾക്ക് ഓണത്തിന് വാങ്ങിച്ചു കൊടുക്കേണ്ട തുണി കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ കഴിക്കുന്ന ഏതു ഭക്ഷണവും അവൾക്കും വാരി കൊടുക്കും. ഉർവശിയുമായുള്ള പിണക്കം അധികം നാൾ പോകില്ലെന്നും അന്ന് കൽപ്പന വ്യക്തമാക്കി പറഞ്ഞു. ഞാൻ 10 ദിവസം ആശുപത്രിയിലായി. എനിക്ക് അവളെ കാണണമെന്ന് തോന്നിയപ്പോൾ വിളിച്ചു. അവൾ അമൃതയുടെ നട വരെ വന്നു. ഇതിനകത്തേക്ക് വരുത്തരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം വേറെ വല്ല അസുഖവുമായി ചിത്രീകരിക്കും. പനി വന്ന് ബ്ലഡ് കൗണ്ട് കുറഞ്ഞതാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയത്. ഞാനിപ്പോൾ അങ്ങോട്ട് വരികയാണ് പറഞ്ഞ് ഉർവശി അമൃത ഹോസ്പിറ്റലിന്റെ താഴെ വരെ വന്നു. കാരണം എല്ലാവരുടെയും കൂടെ കയറി വന്നാൽ എന്തോ വലിയ പ്രശ്നമാണെന്ന് കരുതുമെന്ന് ആളുകൾ കരുതുമെന്നും കൽപ്പന അന്ന് ചൂണ്ടിക്കാട്ടി. ഞങ്ങളുടെ ബന്ധം ഈ ജന്മം മാറില്ല. കാരണം ഞങ്ങൾ അങ്ങനെ വളർന്നതാണ്. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു എന്നും ഉർവശി പറയുകയും സംസാരിക്കുകയും ചെയ്തു. എന്നാൽ നേരിട്ട് കണ്ട പിണക്കം മാറുന്നതിന് മുൻപ് കൽപ്പന ലോകത്തോട് വിട പറയുകയായിരുന്നു. കുടുംബം തന്നിൽ നിന്ന് അകന്നതിനെ കുറിച്ച് മനോരമ ന്യൂസിൽ ഒരിക്കൽ ഉർവശിയും സംസാരിച്ചു. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ അവരുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കാതെയാണ് ജീവിതം തിരഞ്ഞെടുത്തത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വിവാഹത്തിന് ആരും സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വിവാഹം ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അവരുടെ പോയി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. അന്ന് ഉർവശി അത് വ്യക്തമായി സംസാരിച്ചു. പറയുമ്പോൾ വിശദമായി പറയേണ്ടി വരും. എൻ്റെ ചിറ്റപ്പൻ്റെ മരണശേഷം എല്ലാവരും കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ മദ്രാസിൽ തന്നെ തുടർന്നു. എന്തുകൊണ്ട് ഞാൻ മാത്രം അവിടെ താമസിക്കുന്നതെന്ന ചിന്ത വരും. എൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് അവർ മനസ്സിലാക്കി വന്നപ്പോൾ കുറേ താമസിച്ചു പോയി. പിന്നെ കാര്യങ്ങൾ അവർ ഇടപെടുന്ന സ്റ്റേജും കഴിഞ്ഞു പോയെന്നും ഇനി ഉർവശി പറഞ്ഞു. ഇന്ന് ആരുമായും അകൽച്ചയില്ല എന്നും ഉർവശി വ്യക്തമാക്കി. നിങ്ങൾക്ക് ഉർവശിയെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.